ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ പരിപാടി വീഡിയോസിനൊക്കെ എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു അല്ലേ? അതെ. അപ്പൊ എനിക്ക് നല്ല സന്തോഷമാണ്. എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് നമ്മുടെ വീഡിയോ ഒന്നനങ്ങാതൊക്കെ ഇരിക്കണായിരുന്നു. ഞങ്ങൾക്ക് നല്ല സന്തോഷമൊക്കെ ഉണ്ട്. അപ്പൊ അതേപോലെ തന്നെ കുറെ പേര് കമന്റ് ബോക്സിൽ ചോദിച്ചായിരുന്നു, അന്ന് തന്നെ വാവനെ കൊണ്ടുവന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോ പിന്നെ എന്റെ അടുത്ത് നേരിട്ട് നമ്മൾ വീട്ടിലല്ലേ കടക്കരല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കടക്കരക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. എന്നോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചോദിക്കും 90 ആയിരുന്നല്ലോ അന്ന് തന്നെ കൊണ്ടുവന്നില്ല. അന്ന് നമ്മൾ ഫംഗ്ഷൻ നടത്തിക്കൊണ്ട് അന്ന് തന്നെ കൊണ്ടുവന്നെ ശരിയല്ലല്ലോ. പിന്നെ ഉച്ചക്കൊക്കെയാണ് സമയം, ഉച്ചക്ക് ഇറങ്ങി പോരണ്ടേ. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ അന്ന് കൊണ്ടുവരാതിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിപ്പോ നല്ല ദിവസം നോക്കിയപ്പോ ഇന്നാണ് വ്യാഴാഴ്ച. അതായത് വ്യാഴാഴ്ച ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. അകത്ത് ഒച്ചപ്പാടാക്കുന്നുണ്ട്, വലിയ കിടന്ന് സംസാരിക്കുന്നുണ്ട്. ഒരുപാട് പേരൊന്നും പോണില്ല, ഒരു 5-6 പേരെ പോണില്ല. പോകാനുള്ള എല്ലാവരും അവിടെ നല്ല കഥ പറയലാണ്. നല്ല കഥ പറയണം. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ റെഡി ആയിട്ട് നിൽക്കണ്ട, അവിടെ റെഡി ആയിട്ടുണ്ടാവും ഏകദേശം. നല്ല വലിയ മത്സരിക്കുന്ന. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെയാണ്. അപ്പൊ വിശേഷങ്ങൾ. അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാല് നമ്മള് വാവനെ ശ്രുതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. അപ്പോ എല്ലാവരും പ്രാർത്ഥനകൾ ഇനിയും ഉണ്ടാവാം അല്ലേ? അതെ, അവിടെ എല്ലാവരും നല്ല വിഷമിച്ചൊക്കെ ഇരിക്കുകയാണ്. ശ്രുതിരാമയൊക്കെ നല്ല വിഷമിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ വീഡിയോയിൽ എല്ലാവർക്കും കാണാം. എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്. സംഭവം എന്ന് വെച്ചാൽ ഈ പരിപാടി കഴിഞ്ഞ അന്ന് പോലെ ഇപ്പൊ അടുത്ത ദിവസം പോണല്ലോ എന്ന് വിഷമിച്ച് ഇരിക്കുകയാണ്. ഇപ്പൊ ചെല്ലുമ്പോ എന്താണ് അവസ്ഥയെന്ന് കണ്ടറിയാം. ഞങ്ങൾക്ക് കൊണ്ടുവന്ന സന്തോഷമുണ്ട്. കണ്ടില്ലെന്ന് പരാതി അതിന് സംഭവം അകത്ത് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കാണിച്ചു തന്നേക്കാം. അപ്പൊ സംഭവം ജസ്റ്റ് കണ്ടേക്കാം. അതിന്റെ ഫുൾ വീഡിയോ തക്കും അളിയനും കൂടിയാണ് മൊത്തം ചെയ്തത്. സുധുവും കൂടിയാണ് ഡെക്കറേഷൻ ചെയ്യാനുണ്ടെങ്കിൽ ഓർഡർ കൊടുക്കാം. ഓർഡറിന് അതെ. ചൊവ്വാഴ്ച വൈകുന്നേരം മുതൽ വ്യാഴാഴ്ച വൈകുന്നേരം വരെ. അപ്പൊ അതേപോലെ സെറ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ വിശദമായിട്ട് നമ്മ ഇതിൽ കാണിക്കല്ല. ഇതില് നമ്മ വേറെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. 2 വീഡിയോ ഒരേപോലെ ആയിപ്പോ. അപ്പൊ അത് ചിൽച്ചിലാണ്. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം ചിൽച്ചിലും സെർച്ച് ചെയ്ത് നോക്കാം. അതെ. അപ്പോ നമുക്ക് നേരെ പോയിട്ട് വാവനെ ശ്രുതിനെ കൂടി കൊണ്ടുവരാൻ പോവാം. നമുക്ക് അകത്ത് ആന്റിയും പിന്നെ 3 ആന്റിമാരൊക്കെ ഇരിക്കുന്നുണ്ട് അല്ലേ? വലിയ ഇരിക്കുന്നുണ്ട്. അതെ. നേരെ കയറി വരുമ്പോ ഇങ്ങനെ പൂകൊണ്ടുള്ള ചെറിയ സംഭവം ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ആന്റിമാരൊക്കെ ഇരിക്കേണ്ടത് നിങ്ങൾ നോക്കി ഒരു ഹായ് പറയാൻ വെറുതെ. അപ്പൊ ഇത്രയും പേരുള്ളൂ. ഞങ്ങൾ ഇത്രയും പേര് പോകണുള്ളൂ. അപ്പൊ ജസ്റ്റ് കാണിച്ചു തരാം. ബാക്കി വീഡിയോ കണ്ട ഇത്ര സംഭവങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. അതിന്റെ പരിപാടികളെല്ലാം തക്കുവിന്റെ വീഡിയോയിൽ ഉണ്ടാവും. അതെ. അല്ലല്ല ഇപ്പൊ നീ ഒരേപോലെ ഒന്നല്ല ഇടണത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് പോകാനുള്ളവരോട് ചോദിക്കാലോ. നമ്മ 2 വണ്ടിയുണ്ട്. രാവിലെ ബൈക്കിനാണ് പോണത്. അപ്പൊ സുധുവാണ് നമ്മുടെ കല്യാണം മുതൽ എല്ലാ കാര്യങ്ങളും ക്യാമറ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ക്യാമറമാൻ. പഠിക്കാൻ പോലും പോയിട്ടില്ല. അതെ. കുറച്ചുണ്ടായുള്ളൂന്നൊക്കെ എന്നോട് കുറച്ചുപേര് പറഞ്ഞിട്ടാ. തിരക്കായതുകൊണ്ടാണ് നമ്മളെല്ലാവരും വിളിച്ച് വരുത്തിക്കൊണ്ട് നമ്മ വീഡിയോന്റെ പുറകെ പോണ ശരിയല്ലല്ലോ. അപ്പൊ ഞാൻ അവിടെ എല്ലായിടത്തും ഇങ്ങനെ ഓടിയണം സംസാരിക്കല്ലേ. വീഡിയോ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നി അയ്യോ ഞാനില്ലല്ലോ, എവിടെയൊക്കെ പോവാ. അപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നേരെ നമുക്ക് സുധുവിന് ഫോൺ കൈമാറുന്നു. യൂണിഫോം ഒക്കെ ഇട്ടതാണ്. അപ്പൊ ഞാൻ കാണിച്ചു ഒരനിയനാൾ കൊണ്ടുവരാനായിട്ട് സുധു ഇതിൽ ആരാണ് ഞങ്ങൾക്കുള്ളത് പറഞ്ഞപ്പോ സുധു ഇട്ട യൂണിഫോം മാറിയിട്ട് അതെ. അപ്പൊ നമുക്ക് ഇനി വലിച്ചിട്ട് കൊണ്ടുള്ള നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ. അപ്പൊ നമുക്ക് വാവനെ പോയി കൊണ്ടുവന്നിട്ട് വരാം. അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ. അപ്പോൾ നമ്മൾ 2 വണ്ടിക്കായിട്ടാണ് വന്നത്. അങ്ങനെ എല്ലാവരും വന്ന് കുറച്ച് പേരായിട്ട് അകത്തേക്ക് കയറിക്കൊണ്ടൊക്കെ ഇരിക്കണം. പിന്നെ ഇതിൽ ഒരുപാട് ആളുകളുള്ളൊരു പരിപാടി അങ്ങനെയൊന്നുമല്ല. അങ്ങനെ ഒരുപാട് ചടങ്ങുകളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ എല്ലാവരും വേഗം അകത്തേക്കൊക്കെ വന്ന് പിന്നെ ഇനി അന്നേരത്ത് വന്ന ടൈമിലൊന്നും ഞാൻ വാവനെയും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നില്ല, ഞാനും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പയ്യനെ റെഡിയാവാനൊക്കെ തുടങ്ങിയാണ്. അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇത്രയും ദിവസവും ഇങ്ങനെ നോക്കി ഇരുന്നിട്ട് പോകണ ദിവസമാകുമ്പോൾ ഒരു വിഷമം ഉണ്ടാവുമല്ലോ. അതിലും കൂടുതൽ വിഷമം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചധികം ബുദ്ധിമുട്ടുകളുള്ളൊരു ദിവസമാണല്ലോ. അത് എല്ലാവർക്കും മനസ്സിലാവും. അതെ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരോടും കൂടെ ഞാനും പറ്റുന്നത് സംസാരിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ റെഡി ആയിട്ടില്ല. ഇനിയപ്പോൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും റെഡി ആവാമെന്നും പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ആദ്യം തന്നെ അമ്മയും സുനിച്ചേട്ടനും പിന്നെ ആൻറ്റിമാരും എല്ലാവരും അങ്ങനെ ഇരുന്ന്. സുനിച്ചേട്ടന് വെജാണ്, ബാക്കി നമ്മൾ ഫുഡ് ഉണ്ടായിരുന്നത് ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ നോക്കിയേ ഇവിടുത്തെ ആൻറ്റിയൊക്കെ എടുത്തിട്ടിരിക്കേണ്ട
ചുച്ചു ഹായ് ഹായ്. നമുക്ക് പോവാണ്. നമുക്ക് ഇനി ചെക്കൻ റെഡി ആയിട്ടോണം. ഇല്ലു എന്ത് പറയുന്നു? കൊച്ചിനെടുക്കണോ? ആ ആ കൊച്ചിനെടുക്ക. നീ അതെ വേണ്ട വാവനെടുക്കട്ടെ എന്നാ പറഞ്ഞ കയ്യില് എടുത്തല്ലേ കണ്ട. ശ്രുതി എന്താണ് ഈ നിമിഷം പറയാനുള്ളത്? പറയൂ. എന്താണ് പറയാനല്ലാത്തത്? ഏതാനും നിമിഷങ്ങൾക്കൊക്കെ ഞങ്ങൾ ഇവിടുന്ന് പോകും അല്ലേ? പോകുന്ന വെച്ചാൽ ഇവിടെ അടുത്ത് തന്നെ ഉണ്ടാ. ഇപ്പൊ തന്നെ പോയപ്പോ തന്നെ വരാ സെറ്റ് ബാക്കി എന്താണ് പറ. അപ്പൊ നമുക്ക് അവിടെ ഫുഡ് കഴിക്കണ്ട. അവിടെ ഫുഡ് കഴിക്കണേ. ഫുഡ് കൂടി കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 1 മണിക്കുള്ളിൽ കയറണം അല്ലേ? അല്ലേ 1 മണിക്കപ്പോൾ ഇവിടുന്ന് പോകണം അല്ലേ? 1 മണിയൊക്കെ ആകുമ്പോഴൊക്കെ നമുക്ക് പോകണം. ഇങ്ങനെ ഓരോരോ ചടങ്ങുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കേണ്ട. എല്ലാവരും അതൊക്കെ കണ്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചടങ്ങ് അറിയാണ്ട് നിന്ന് കറങ്ങിയത് കൊടുത്ത് എന്താണ് ചടങ്ങുകളാണ്. ചടങ്ങുകൾ കുഞ്ഞു കുഞ്ഞു ചടങ്ങുകളാണ്. കരച്ചിലായി. എന്തിനാ കറിയണത്? നമ്മളിപ്പോ തന്നെ പോയിട്ട് ഇപ്പൊ തന്നെ ഇവിടെ അടുത്തല്ലേ? അങ്ങനെ ഇരിക്കണം നമ്മൾ. ഞാൻ സമാധാനിപ്പിച്ചിട്ട് തിരിച്ചറിവിന്റെ വരൂല്ലേ? അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി കടക്കരയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു സമയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ശരിക്കും 1:30-ക്കകത്ത് വീട്ടിൽ കയറണം എന്നുള്ളൊരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അടുത്താണെങ്കിലും കുറച്ച് സ്ലോയിലാണ് വന്നത്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സുഞ്ചേട്ടനും ചേച്ചിയും സിദ്ധും കൂടെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാദ്യം തന്നെ പോകുന്നു. അങ്ങനെ എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കാനായിട്ട് അവർ നേരത്തെ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ വേഗം വന്ന് ചടങ്ങുകൾ തീർത്തങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. സമയത്ത് അങ്ങോട്ട് നമുക്ക് അകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഞങ്ങളപ്പോൾ അകത്തേക്ക് കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ അമ്മ വേഗം തന്നെ പോയിട്ട് ആരതി ഒഴിയണ ഇതുണ്ടല്ലോ, നമ്മുടെ വാവന ആരതിയൊക്കെ ഒഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കയറാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇവനിങ്ങനെ കാല് ചവിട്ടിച്ചിട്ട് കയറ്റാന്നുള്ളൊരിതിന് ഷൂവൊക്കെ ഊരി വെറുതെ ഉറങ്ങിയിരുന്ന ആൾ എന്നാലും നമ്മൾ വെറുതെ ഒന്ന് കാലൊന്ന് ചവിട്ടിച്ച് കയറ്റി അങ്ങനെയാണ് ചെയ്തത് കേട്ടോ. കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ കുറേ പൂക്കളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ അലങ്കരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ കൂടെ എന്തോ ചവിട്ടാനായിട്ട് തോന്നിയിരുന്നില്ല. അത്രയും നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കണായിരുന്നു. അപ്പോൾ അങ്ങനെ നേരെ അതൊക്കെ കണ്ട് ആദ്യം തന്നെ വന്നിട്ട് നമ്മളുടെ അവിടെ ദൈവങ്ങളുടെ ഫോട്ടോ വെച്ചേക്കണത് അവിടെ ഒന്ന് തൊഴുതാദ്യം തന്നെ അതാണ് ചെയ്തത്. അപ്പോൾ അവനെ കൊണ്ട് വന്നിട്ട് നമ്മൾ ആദ്യം പ്രാർത്ഥിക്കണമല്ലോ ഒന്ന്. അപ്പോൾ അങ്ങനെ ചെയ്ത് പിന്നെ അച്ഛൻ്റെ ഫോട്ടോയിലൊന്ന് പോയി തൊഴുത് അങ്ങനെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ റൂമിലേക്കും കാര്യങ്ങളൊക്കെ പോയത്.
അപ്പോൾ എന്നെ വീട്ടിൽ നിന്ന് ആക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും ചേട്ടന്മാരും അങ്ങനെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കും എന്നുള്ളൊരു ഇത് വെച്ചിട്ട് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ വന്ന് അങ്ങനെ സെറ്റ് ചെയ്ത് നമ്മളെല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ റൂമിലേക്ക് അകത്തേക്ക് കയറി നോക്കാനായിട്ട് പോയിന്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര ലൈറ്റൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ ചെന്നപ്പോൾ തന്നെ തീരെ വെളിച്ചമെന്ന് പറഞ്ഞിട്ടാണ് ചെന്നത്. പിന്നെ ബെഡ്ഷീറ്റ് നല്ല രസമുള്ള ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കുറേ ബലൂണും ഒക്കെ ആക്കി വെച്ച് വാവയാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കത്തിലായിരുന്നു. എന്നാലും ഞാൻ അവിടെ വെറുതെ ഒന്ന് കൊണ്ടുപോയി കിടത്തി. നമ്മൾ ഷീറ്റൊന്നും വിരിച്ചിട്ടില്ല, എന്നാലും വെറുതെ ഒന്ന് അവൻ്റെ ഷീറ്റ് വിരിച്ചിട്ടില്ല എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് വെറുതെ ഒന്ന് കിടത്തി ബലൂണൊക്കെ പയ്യനെ അനക്കാണ്ട് നീക്കി വെച്ച്. അപ്പോൾ ആളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് നേരെ ഇവിടെ വരുന്നവരേക്കും ഉറങ്ങിയിരിക്കണേരുന്ന്, എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഇരുന്ന് കാര്യങ്ങൾ. എന്നിട്ട് പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ ഒന്ന് നിന്ന് അപ്പോഴും കെടുത്തിയിട്ടും ആളറിഞ്ഞില്ല കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ കെടുത്തുമ്പോഴത്തേക്കും ചാടി എഴുന്നേക്കണതാണ്. അപ്പം ഇച്ചിരി നേരം നന്നായിട്ടൊന്ന് ഉറങ്ങി. ഓർമ്മയുണ്ടാ നീണ്ട 4 മാസത്തിന് ശേഷം ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുന്നു. ഇല്ലേ വന്നു കേറില്ല. പെന്നെ ഓക്കെ അല്ലേ, നല്ലല്ലേ? ഇപ്പൊ ഇതൊക്കെ തുറന്നിട്ട് ഇത് മാറ്റി നല്ല വെളിച്ചം കയറും. വേറെ ഇത്ര എക്സ്ട്രാ ഇത് കഴിച്ചളയും ഇപ്പൊ സുധുവിന്റെ ഒക്കെ പണിയാണത്. നേരെ ഓടി വന്നിട്ട് ബാക്കിൽ ഷീറ്റ് വർക്ക് ചെയ്ത് കാണാൻ വന്നേ കേട്ട്. എങ്ങനെയുണ്ട്? നമുക്ക് കൊച്ചിനെ കുളിപ്പിക്കുക ചെയ്യല്ല. മാറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, ആ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് സെറ്റാക്കി. ഇഷ്ടപ്പെട്ടോ? അതെ, നമ്മളിവിടെ ഭയങ്കര സെറ്റപ്പ് ആക്കാൻ പോണേ. ഇത്ര ദിവസം എത്തി വന്നിട്ട് എന്താണ് ഞാൻ പറഞ്ഞില്ലേ, നമുക്കിങ്ങനെ അവിടെ നിന്ന് ഇവിടെ സെറ്റ് ആവാനുള്ളൊരിത് വന്നു കഴിഞ്ഞാൽ പോക്കേയില്ലേ. പിന്നെ ഇനി ഇടക്കിടക്ക് അങ്ങനെ നമുക്ക് തോന്നും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയണ പോലെ എന്തോ ഭാഗ്യം ഇത്ര അടുത്ത് കിട്ടിയത്. സത്യം ശരിയാണ്. ദൂരെ ഉള്ളവരെയൊക്കെ സമ്മതിച്ചെന്ന് ഞാൻ. സംഭവം എന്ന് വെച്ചാൽ ഇനിയിപ്പോ ചെറിയൊരു കേക്ക് മുറിയും കൂടി ഉണ്ട്. നമ്മുടെ ചെറുക്കൻ വീട്ടിലേക്ക് വന്നേക്കണല്ലോ. അപ്പൊ ആളെ കൊണ്ട് തന്നെ നമുക്ക് കേക്ക് ഒന്ന് മുറിപ്പിക്കാം അല്ലേ? ഉറങ്ങണമെങ്കിലും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് എഴുന്നേക്കാണ്ടിരിക്കുന്നല്ല, ചിലപ്പോൾ എഴുന്നേറ്റ് ഒരു ഇടച്ചിലുണ്ടാവും അല്ല, എന്തായാലും അങ്ങനെ ഉണ്ടാവും. അപ്പം അതിന് മുന്നേ നമ്മളെല്ലാം കൊടുത്ത് അവനൊന്ന് ഫ്രീ ആക്കി എല്ലാം ഒന്ന് ഞാനും ഇതൊക്കെ മാറ്റി ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വെറുതിരിക്കാം. അപ്പൊ നമുക്ക് നേരെ കേക്ക് മുറിയിലേക്ക് പോവാം. ശ്രുതി നേരെ ഇതൊക്കെ ഷീറ്റ് മരം വെട്ടിയതുണ്ടാ നീ? മരം വെട്ടിയത് ഇങ്ങനെ കണ്ട അങ്ങനെ പോയിട്ട് കണ്ടിട്ടില്ല കേട്ടോ, നടന്നു പോയി കണ്ടില്ല. എല്ലാം നല്ല ഇതായി. നമുക്കിവിടെ പൊക്കും അതിന്റെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ ശരിയായി. സർപ്രൈസ് എല്ലാം ഇവിടെ ഇനി സെറ്റ് ചെയ്യാന്ന് പറയുന്നത്. ഈ ഏറ്റവും സെറ്റ് എല്ലാം വേണ്ട കാര്യങ്ങളൊക്കെ കുളിപ്പിക്കുന്നതും ഒക്കെ സെറ്റ് ചെയ്യണമല്ലോ നമ്മള്. അതൊക്കെ ചെയ്യണം. അതെ, നമുക്ക് ഇത്രയും ഇതായി കിട്ടിയില്ല. ഞാൻ രണ്ടും കൂടി ഞങ്ങൾക്ക് ഇത്രയും മുടങ്ങാറ് വീഡിയോ ഒക്കെ ഞങ്ങളിടും. എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യണം. അപ്പൊ നോക്കി നമ്മള് വീട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് ചെറിയൊരു കുഞ്ഞു മധുരം. അതെ, നമ്മുടെ ചെറുക്കാൻ ഉറങ്ങണമെങ്കിലും അയ്യോ ഇത് പിടിച്ചു ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിക്കാം. ബാ മുറിച്ച് മുറിച്ച് നമുക്ക് കട്ട് ചെയ്യും. നമ്മുടെ കുഞ്ഞി മധുര പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കി വിഷയം ഒതുക്കിയിട്ട് കാണിച്ചു തരാം.